നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തെയും ക്ഷേത്രാചാരങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുവന്ന മുസ്ലിം യുവതി. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് അവർ വിശ്വാസിയാണ് എന്നാണ്. പിന്നീട് അവരുടെ വിശ്വാസത്തിന്റെ പുറംപൂച്ചുകളെല്ലാം എന്തുകൊണ്ടാണ് അവർ വിശ്വാസിയായത്, അവർക്ക് ബിസിനസ് തന്ത്രം മാത്രമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതാണ്. മാത്രമല്ല ഇവരൊരു ഹണി ട്രാപ്പുകാരിയായിരുന്നു എന്ന വിഷയങ്ങളും നമ്മൾ ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇത്രയും നാളും സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. 2018 ഇവർ കൃഷ്ണചിത്രം വരയ്ക്കാനായി പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഇവരെ ഒരാൾ പരിശീലിപ്പിച്ചു എന്നും അയാൾ ഇന്നും അവർക്ക് സഹായവുമായി അവരുടെ പിറകെ ഉണ്ട് എന്നും ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു. അയാൾ പേരാമ്പ്രയിലുള്ള ഒരു മാഷാണ്. അയാൾക്ക് വേറൊരു കോച്ചിങ് സെന്ററും ഒക്കെയുണ്ട്. ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ്. അതുകൂടാതെ അയാൾക്ക് ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഈ സ്ത്രീയുടെ പുറകെ നടന്ന് ഈ സ്ത്രീക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അയാളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാനുള്ള കാരണം, ഞാൻ ആദ്യഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് ചെയ്യുമ്പോഴും വാർത്ത ചെയ്യുമ്പോഴും എന്നെ ആദ്യം ബന്ധപ്പെട്ടത് ഇയാളായിരുന്നു. ഇയാൾ ബന്ധപ്പെട്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്നെ സ്വാധീനിക്കാനുള്ള ശ്രമം, ഭീഷണിപ്പെടുത്തി പല രീതിയിലുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. ഒരു ഭീഷണിക്കും ഞാൻ വഴങ്ങില്ല എന്ന ഘട്ടം എത്തിയപ്പോൾ ഇയാളുടെ ഒറിജിനൽ ഐഡി എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞപ്പോൾ ഇയാൾ പല വ്യാജ ഐഡികളിൽ എൻ്റെ ഫേസ്ബുക്കിൽ അവതരിച്ച് പലതരത്തിലുള്ള ഇവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ മറ്റുള്ളവരുടെ പേരുമായി വരും. ഇന്നലെ തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാൾ, അയാളുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ ആരോപിച്ചിട്ടുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല, ഈ വ്യക്തിയെ എനിക്ക് അറിയുകയില്ല. അവിടെയാണ് അതിൻ്റെ വലിയ ട്വിസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ, ഇനി അങ്ങനെ ഒരാളെ എനിക്ക് അറിയാമെങ്കിൽ തന്നെ ഞാൻ ഒരു അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരാളുമല്ല. ഈ സ്ത്രീയുമായി ആരെങ്കിലും മിണ്ടിയവരോട് മിണ്ടാൻ പോലും എനിക്ക് താല്പര്യമില്ല. കാരണം അവർ പൊതുസമൂഹത്തിന് മുന്നിൽ എത്രമാത്രം വൃത്തികെട്ട സ്ത്രീയാണ്, ഇവരെ ചുമന്നു നടക്കുന്നവർ അതിലും വലിയ വൃത്തികെട്ടവരാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇത്രയും തെറി പറഞ്ഞിട്ടും ഇത്രയേറെ ലൈംഗിക വൈകൃതമുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അവർ നടത്തിയിട്ടും അവരെ ചുമന്നു നടക്കാനും അവരെ ന്യായീകരിക്കാനും അവരെ വെള്ളപൂശാനും ഒക്കെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. അല്ലാത്ത മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ, എൻ്റെ ഈ കഴിഞ്ഞ 45 വർഷത്തെ എൻ്റെ ജീവിതത്തിനിടയിൽ ഇന്നുവരെ ഇത്തരം ഒരു സ്ത്രീയെ, ഇത്തരം വൃത്തികേട് പറയുന്ന, ഇത്തരം ലൈംഗിക വൈകൃതമുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്ന, ലൈംഗിക വൈകൃതം പച്ചയ്ക്ക് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അവരെക്കുറിച്ച് ആരെങ്കിലും മിണ്ടിയാൽ, ആരെങ്കിലും സംസാരിച്ചാൽ അവരെയും അവരുടെ കൂടെയുള്ള ഒരു KSRTC കണ്ടക്ടറെയും നോട്ടമുണ്ട്, എന്നെ നോക്കിയിരുന്നു, അയാളെ നോക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ, ക്യാൻസർ ബാധിതയായ, ക്യാൻസർ സർവൈവറായ ഒരു സ്ത്രീയെ ആലോചിച്ച് നോക്കണം. അവരെ അധിക്ഷേപിക്കുന്നു, അവർക്ക് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ അവരെ മച്ചി എന്ന് വിളിക്കുന്നു. മറ്റൊരു സ്ത്രീയുടെ മകനെ, ആ മകന് 15 വയസ്സോ 14 വയസ്സേ ഉള്ളൂ, ഇനി 14 അല്ല 15 അല്ല 20 വയസ്സുണ്ടെങ്കിൽ തന്നെ 2 കുട്ടികളുടെ മാതാവായ, തന്നോളം പോന്ന 2 മക്കളുള്ള ഒരു സ്ത്രീ സമൂഹത്തിൽ വന്നിരുന്ന് പറയുകയാണ് ആ കുട്ടിക്ക് എന്നെ നോട്ടമുണ്ട് എന്ന്. എത്ര വൈകൃതമായ ഇടപാടാണ് സത്യത്തിൽ. അവർ ഇത്രയും കാലം അവരുടെ കൂടെ നടന്ന എല്ലാവർക്കുമെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പോലും അവർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഹണി ട്രാപ്പിന്റെ പുതിയ എയർ വെർഷനാണ്. അത്തരത്തിലൊരു വെർഷനിലൂടെ നാട്ടിലുള്ള പുരുഷന്മാരെല്ലാം അവർ ഭയങ്കര സുന്ദരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇടയ്ക്കൊന്ന് കണ്ണാടി എടുത്ത് നോക്കണം. നാട്ടിലുള്ള സ്ത്രീകളെയൊക്കെ അധിക്ഷേപിക്കുമ്പോൾ സ്വയം ഒന്ന് കണ്ണാടി എടുത്ത് നോക്കണം. ഫിൽറ്റർ ഇടാതെ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിൽറ്റർ ഇടാതെ ഇരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും അവരുടെ കൂടെയുള്ള ഒരാളും, അയാളോ അതീവ സുന്ദരൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സുന്ദരൻ, ലോകസുന്ദരൻ ആണെന്നാണ് അയാളുടെ ഭാവം. അപ്പൊ അയാളും ഇവരും കൂടി ചേർന്ന് നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളെയും ബോഡി ഷേമിങ് നടത്തുന്നു. അതുകൂടാതെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നെ ആദ്യഘട്ടത്തിൽ ഞാൻ ഒരു വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഉയർത്തിയപ്പോൾ ഇവർ ആദ്യഘട്ടത്തിൽ എനിക്കെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. അന്ന് എൻ്റെ പേര് ടാഗ് ചെയ്യുക മാത്രമാണ് ഇവർ ചെയ്തിരുന്നത്. ഇവരെ പേര് മൊത്തത്തിൽ പറയുന്നില്ല, പക്ഷേ എങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് ഒരു പരാതി കൊടുത്തു. അവിടെ ആശ എന്ന് പറയുന്ന ഒരു വനിതാ SI ഉണ്ടായിരുന്നു. അവർ മറ്റെന്തോ ഇടപാടുകളിലൊക്കെ ആയിരുന്നു. അവർക്ക് നമ്മളെ കേൾക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുത്തെ CIയെ കണ്ടു പറഞ്ഞു. CI വീണ്ടും ആശയെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഈ ആശ എന്ന് പറയുന്ന SI പിന്നീട് പറഞ്ഞു ഡിഫേമേഷന് കേസെടുക്കുന്നത് കോടതിയിലാണ് എന്ന് പറഞ്ഞു. ആ കേസിൽ എനിക്ക് ഇതുവരെ സാധാരണഗതിയിൽ ഒരു FIR ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ അറിയിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഒരു പോലീസുകാരൻ ആ സെക്കൻഡിൽ തന്നെ ഈ സ്ത്രീയെ വിളിക്കുന്നു. ഈ സ്ത്രീ ടാഗ് റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പൊ നമുക്കറിയാം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം സ്ത്രീകൾക്ക് ലഭിക്കുന്ന പരിഗണനയാണ് മറ്റുള്ള സ്ത്രീകളെ എന്ത് തെമ്മാടിത്തരവും പറയാം എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. രണ്ടാമത് ഈ സ്ത്രീ എൻ്റെ ഫോട്ടോ വെച്ച് വരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതി എനിക്ക് എൻ്റെ ഫാദറിന് സുഖമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 3 മാസമായി ഞാൻ കുറച്ച് സ്ട്രഗ്ലിങ്ങിലാണ്. എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ നേരമില്ല. പക്ഷെ ഞാൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട 2 പരാതികൾ, 2 കേസുമായി ബന്ധപ്പെട്ടും കേരളത്തിലും ഡൽഹിയിലുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ
നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലാണ്. ഡിഫമേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയാത്ത ഒരു പുരുഷനെ ചേർത്ത്, ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുരുഷനെ ചേർത്ത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇനി സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമില്ലാതെ ഇത്തരം അനാവശ്യങ്ങൾ പറയുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടർ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൂട്ടർ അത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ ഇവർ നിങ്ങൾക്കെതിരെയും എന്തും പറഞ്ഞേക്കാം എന്നുള്ളതാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഇവിടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു കോർട്ട് ഓർഡർ വരുന്നു. ആ കോർട്ട് ഓർഡറിൽ ഇവരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്, ഇവർ കയറുന്നതെന്നല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഇവിടെ വന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു കേസ് ഞങ്ങളെല്ലാം കൂടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ അവരെ അവിടെ നിന്ന് റീൽസ് എടുക്കരുത് എന്ന് വിലക്കിയിട്ടുള്ളത്. റീൽസ് എടുക്കുകയും അത് പബ്ലിക്കായി കൊണ്ടുപോവുകയും ചെയ്യരുത്, പബ്ലിക് പ്ലാറ്റ്ഫോമുകളുടെ നിന്ന് വിലക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു കുറച്ച് നാൾ അവർ ഒതുങ്ങിയിരുന്നു. അതിനുശേഷം ഇവർ പുതിയ യൂട്യൂബുമായി വന്നു, നാട്ടിലുള്ളവരെ എല്ലാം തെറി പറയാൻ ആരംഭിച്ചു. ഫേസ്ബുക്കിൽ വന്നിരുന്ന് എന്ത് തോന്നിവാസവും പറയുക, ആരെങ്കിലും അവർക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ, അവരും ആ പുരുഷനും, എനിക്കറിയില്ല, സഹോദരൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ സഹോദരനല്ല എന്ന് നമുക്കറിയാം, പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ പറയുമ്പോൾ സഹോദരൻ എന്ന് പറയുന്ന ആ വാക്കുകളിൽ പോലും ഒരു പവിത്രതയില്ലാതെ അയാളെയും വെച്ചുകൊണ്ട് അയാളും ഇവരും കൂടി ചേർന്ന് അവരുടെ രണ്ടുപേരുടെ ലൈംഗിക വൈകൃതം വെളിവാക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ, സത്യം പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ അയച്ചു തരുമ്പോൾ ഞാൻ പറയും, ദയവ് ചെയ്ത് എനിക്ക് അയക്കരുത്, ഇത്തരം നെഗറ്റിവിറ്റി എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറയും. അവരുടെ ആ ആംഗ്യവിക്ഷേപങ്ങളും ആ ലൈംഗിക വൈകൃതവും ഒക്കെ സഹിക്കാനുള്ള ഒരു ശേഷി എനിക്കില്ല, അത് കാണുന്നതേ എനിക്കിഷ്ടമല്ല. സത്യത്തിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നവർ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ്. കാരണം ആ മുഖം കാണുന്നത് പോലും എനിക്ക് അറപ്പാണ്. അത്ര വൃത്തികെട്ട ഒരു സ്ത്രീയായി അവരെ നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, അവർ ഈ കൊഞ്ചിക്കൊഴയുന്ന അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു ചെറിയ കുട്ടികളുടെ സ്വഭാവമൊക്കെ ഒരു കാലത്ത് അവർ കാണിച്ചിരുന്നു. അത് വ്യാജമാണെന്നും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം വരുമെന്ന് പലരും അന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവർ കാണിച്ചു തന്നു. സോഷ്യൽ മീഡിയയിലൂടെ പോലും ലൈംഗിക വൈകൃതം ഉള്ള പരാമർശങ്ങൾ നടത്തുകയും നാട്ടിലുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുകയും ചെയ്ത ഒരു സ്ത്രീ, ഇത്രയും വൃത്തിയുള്ള സ്ത്രീകളെ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീ ഗുരുവായൂരിലേക്ക് പിന്നീട് വീണ്ടും വന്നു. അതായത് കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്തു, ഞങ്ങളൊക്കെ മിണ്ടാതിരുന്നു, ഗുരുവായൂരിൽ പോയി തൊഴുതോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഗുരുവായൂരിലേക്ക് പോകുന്നതിന് മുമ്പ് കൊലവിളി നടത്തും ഇവർ. എല്ലാ ദിവസവും ഇവർ ഗുരുവായൂർ പോകുന്നതിന് 2-3 ദിവസം മുമ്പ് അവർ വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെ പരമാവധി പ്രകോപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. പല വീഡിയോകളിലും അവർ എൻ്റെ കൈ വെട്ടാനുള്ളവർ നാളെ ഗുരുവായൂരേക്ക് വന്നോളൂ, ഗുരുവായൂരിൽ വന്നാൽ കാണാം, ഗുരുവായൂരിൽ വെച്ച് കൈ വെട്ടിയില്ല, അപ്പോൾ പോയിട്ട് വന്നിട്ട് വീണ്ടും വീഡിയോ ചെയ്യും, എൻ്റെ കൈയും കാലും ഒക്കെ ഉണ്ട്, എൻ്റെ കൈയും കാലും ആരും വെട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എൻ്റെ ചിത്രമടക്കം ചെയ്ത വീഡിയോയിൽ എൻ്റെ ചിത്രവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തക, സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരാൾ, അവർ ഇടക്കാലത്ത് അവരും ഇവരും തമ്മിൽ സൗഹൃദമായപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കാൻ അവൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ. എനിക്ക് കോംപ്രമൈസിന് താല്പര്യമില്ല, അത്തരത്തിലുള്ള വിഷയങ്ങളില്ല, ഞാൻ അത്തരത്തിൽ പല സ്വഭാവം കാണിക്കുന്ന ഒരാളല്ല, എനിക്ക് ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ എന്ന് അവരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസമാണ് ഈ വീഡിയോകളൊക്കെ, അതിലെ ഫോട്ടോ അടക്കം എഡിറ്റ് ചെയ്ത് മാറ്റി, എൻ്റെ പേരും ഒക്കെ മാറ്റി, ടാഗ് ചെയ്ത് വെച്ചിരുന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം സ്ക്രീൻഷോട്ടും സ്ക്രീൻ റൊട്ടേഷനും എല്ലാം എടുത്ത് കേസിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് തന്നെ എടുത്തു വെച്ചിരുന്നു. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല, അത് കൂടുതൽ ക്രിമിനൽ കുറ്റമാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ പല വീഡിയോകളും ഇപ്പോൾ അവരുടെ വോളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഗുരുവായൂർ SHO അജയകുമാർ ഇത്തരമൊരു കേസിലേക്ക് എത്തപ്പെടാനുണ്ടായ സാഹചര്യം, അജയകുമാർ ഈ കേസിലേക്ക് അല്ലെങ്കിൽ ഈ കേസ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് കോടതിയിൽ വീണ്ടും കൃഷ്ണരാജ് എന്ന് പറയുന്ന അഭിഭാഷകൻ ഈ കേസുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു പരാമർശം കോടതിയുടെ മുന്നിൽ ഈ കേസ് എത്തിച്ചപ്പോഴാണ്. കേസ് കോടതിയുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ കേസ് എടുക്കാത്തതെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞങ്ങളെല്ലാം നൽകിയ പരാതിയിൽ ഗുരുവായൂർ SHO ഒരു കേസും എടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഇതിനു മുമ്പും ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ നടപ്പന്തലിലേക്ക് എത്തിയില്ലെങ്കിലും പുറത്തു വന്ന് അവർ വീഡിയോ എടുത്തപ്പോഴും ഞങ്ങളെല്ലാം ഗുരുവായൂർ SHO എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ അടക്കമുള്ളവർ ഗുരുവായൂർ SHOയെ വിളിച്ചിരുന്നു. അന്നൊക്കെ നിഷേധാത്മകമായ സമീപനമായിരുന്നു അദ്ദേഹം കൈക്കൊണ്ടത്. കാരണം ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ വലിയ സ്വാധീനമുണ്ട്. ഇവരുടെ പിന്നിലുള്ളത് DYFI-കാരനെന്ന് അവകാശപ്പെടുന്ന ഒരു SDPI-കാരനാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പോലീസ് സ്റ്റേഷനുകളുമായും എല്ലാം ബന്ധമുണ്ട്.
ഇന്നും ഞാൻ പറയുന്നു, അവരെ ആര് വെള്ള പൂശാൻ ശ്രമിച്ചാലും ഈ സെക്കൻഡിലും ഞാൻ പറയുന്നു, അവർക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചിലരുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ശക്തികളുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഗുരുവായൂർ SHO അവരെ അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവർക്കെതിരെ FIR ഇട്ടു എന്ന വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ വിഷുവിന്റെ അവധിയാണ്, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാതെ അവർക്ക് എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടാനുള്ള ഏതെങ്കിലും ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ഉള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് നമുക്കറിയാം. ഏതായാലും ഈ വിഷയത്തിൽ ഗുരുവായൂർ SHOയോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഗുരുവായൂരപ്പൻ ഭക്തനാണെങ്കിൽ സമയം ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞ ഒരു കാര്യം, ഗുരുവായൂരപ്പ ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നീയായി ആയിക്കോ എന്നുള്ളതാണ്. ഏതായാലും ഗുരുവായൂരപ്പൻ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് വളരെ ആത്മാഭിമാനത്തോടെ ഒരു വിശ്വാസി എന്ന രീതിയിൽ എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഗുരുവായൂരപ്പന് മനസ്സിലായിരിക്കുന്നു ഈ സ്ത്രീ അവിടെ ചെന്നിരിക്കുന്നത് അവരെ ഇനിയും ഗുരുവായൂരപ്പൻ ഇറങ്ങി തുരത്തിയെങ്കിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ എന്നാണ്. കാരണം കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ പറ്റി, ഇവർക്കെതിരെ പറയുന്ന എല്ലാ സ്ത്രീകളെ പറ്റിയും ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. അവരുടെ നിലവാരത്തിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. 8ാം ക്ലാസ്സുകാരിയായ ഒരു സ്ത്രീ എന്നെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ വിവരമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അക്ഷരം എഴുതാൻ അറിയില്ല. ആ എഴുതുന്ന അക്ഷരങ്ങൾ എനിക്കതിന് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അത് എനിക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭർത്താവിന്റെ കുടുംബങ്ങളും ഒക്കെയുള്ള ഒരാളാണ്. അവരൊക്കെ വളരെ മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കതിന് മറുപടി പറയാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ തരത്തിൽ മറുപടി പറയാൻ കഴിയില്ല. 13 വയസ്സിൽ മകൾക്ക് ഹണി ട്രാപ്പിന് കൂട്ടുനിന്ന അച്ഛന്റെ മകളായതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാവരുടെയും അച്ഛന് വിളിക്കുമ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം. കാരണം നിങ്ങളുടെ അച്ഛന്റെ വില എത്രയേ ഉള്ളൂ. നാട്ടിലുള്ളിടത്ത് പോയി പണം ഉണ്ടാക്കി അച്ഛന് കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛന്റെ കണ്ണ് നിറയുകയും നാട്ടിലുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് വീടുണ്ടാക്കുമ്പോൾ അച്ഛന് കണ്ണ് നിറയുകയാണ്. ഇതിനിടയിൽ ആരോട് പറയുന്നത് എനിക്ക് വീടുണ്ട്, മറ്റുള്ളവർക്ക് വീടില്ല, ഞാൻ വീടുണ്ടാക്കി, സ്വർണ്ണമുണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി എന്ന്. ഒരു 3 മാസം മുമ്പ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് കരഞ്ഞ് എനിക്ക് വീടില്ല, എല്ലാവരും പണം തരണം, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടെല്ലാം പോയി കിടക്കുകയാണെന്ന് പറഞ്ഞു. ഗോകുലം ഗോപാലനാണ് വീടുണ്ടാക്കി കൊടുത്തത് എന്നാണ് അന്ന് പറഞ്ഞത്. ഏതായാലും പിന്നീട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു. വളരെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട് പലതരത്തിലും. ഇവരുടെ വീഡിയോകൾ നോക്കിയാൽ ഓരോ വീഡിയോയും ഓരോ കേസിനുള്ള വകുപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് അവരെ ബോഡി ഷേമിംഗ് നടത്തിയത്, പുരുഷനെ ചേർത്ത് ലൈംഗിക വൈകൃതം ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്, ഇത്തരത്തിൽ പലതരത്തിൽ ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇവർക്ക് പരസ്പരം പറയുന്നവരുമുണ്ട്, ഇവരെയും അറിയുന്ന പോലെ തന്നെ അതേ ഭാഷയിൽ പ്രതികരിക്കുന്നവരുണ്ട്, അവർക്കൊരു പക്ഷേ കേസ് കൊടുക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ ഞാൻ ഒരു വാക്ക് പോലും അവരെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറയുകയോ ഒരു അനാവശ്യ വാക്കുകൾ പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലെയിം, എനിക്ക് കേസ് കൊടുക്കാനുള്ള എല്ലാ അർഹതയും ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഏതായാലും ഒരു 3 കൊല്ലം ഇനി ആടി തിമിർക്കാമെന്ന് വിചാരിക്കേണ്ട, 3 കൊല്ലം നിങ്ങളെ ജയിലിൽ കടത്താനുള്ള കാര്യം എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പണിഷ്മെന്റ് വാങ്ങിച്ച് തന്നിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. സുപ്രീം കോടതിയിൽ പോയാലും ആ കാര്യത്തിൽ നിങ്ങളെ ഞാൻ ശിക്ഷിപ്പിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നോക്കൂ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗുരുവായൂർ SHOയോടാണ് പറയാനുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ, അല്ലെങ്കിൽ ആ ഗുരുവായൂർ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന രീതിയിൽ അതിന്റെ ഏതെങ്കിലും ഒരു കണ്ണിയായി ഈ സ്ത്രീ ഉണ്ടായാൽ അതിന് കാരണക്കാരാൻ ഗുരുവായൂർ SHO ആയിരിക്കും. കാരണം ഇപ്പോൾ അവരുടെ ഫോൺ അടക്കം പിടിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്, അവരുടെ എല്ലാ ഇടപാടുകളും കണ്ടുപിടിക്കാനുള്ള സാഹചര്യമുണ്ട്, അവരുമായി ആർക്കൊക്കെ ബന്ധമുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള സാഹചര്യമുണ്ട്, എവിടെ നിന്നാണ് ഇവർക്ക് പണം വരുന്നത് എന്ന് കണ്ടെത്താനുള്ള സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കെ അത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് അവർക്ക് ഉപോത്ബലകമായി അവർക്ക് സഹായകരമായി കേരളത്തിലെ പോലീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടെത്താതിരുന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ഗുരുവായൂർ SHO അജയകുമാറിനാണ് അതിന്റെ പരിപൂർണ ചുമതല. കേരളത്തിലെ വിശ്വാസികൾ ഈ സമയത്ത് അവരെ കണ്ടെത്തേണ്ട, അവരുടെ എല്ലാ ലിങ്കുകളും കണ്ടെത്തണം. ഞാൻ പറയുന്നു, അവർക്കൊരു മുസ്ലിം നാമധാരിയായ SDPI ബന്ധമുള്ള ഒരാളുമായി അവർക്ക് ബന്ധമുണ്ട്. അവരുടെ ഫോണിൽ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും, അവരുടെ കോൾ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള തെളിവുകൾ ലഭ്യമാകും. ഉറപ്പായും ഞാൻ പറയുന്നു, അത്തരത്തിൽ ഞങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ളതും, ഞങ്ങളോട് ഒരു അധ്യാപകന് അയാൾക്ക് സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ടതിന് പകരം അയാൾ ഏതു നേരവും ഈ സ്ത്രീക്ക് പുറകെ നടന്ന് ഇവരെ സംരക്ഷിക്കാനും ഇവരെ പഠിപ്പിക്കാനും ഇവരുടെ ചിത്രം വരയ്ക്കുന്ന മറ്റും കാര്യങ്ങൾ ചെയ്യാനും, അവർക്കെതിരെ ആരൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ടോ ആ മുഴുവൻ സ്ത്രീകളെയും പുരുഷന്മാരെയും വിളിച്ചിട്ടുള്ളത് ഈ പറയപ്പെടുന്ന ഈ പേരാമ്പ്രയിലെ SDPI-കാരനായ മാഷാണ്. ഞാൻ അജയകുമാറിനോട് പറയുന്നു, തെളിവുകൾ വേണമെങ്കിൽ എന്നെ വിളിച്ചതടക്കമുള്ള, എനിക്ക് മെസ്സേജ് അയച്ചതടക്കമുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടെത്തേണ്ട ചുമതല ഇനി പോലീസ് ഓഫീസർമാർക്കാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു കാര്യം ഉണ്ടായാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഗുരുവായൂർ SHOയ്ക്കായിരിക്കും. ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. ഈ സ്ത്രീക്ക് മുൻകൂർ ജാമ്യം നേടിക്കൊടുക്കാനാണ് ഗുരുവായൂർ SHOയും പോലീസ് സ്റ്റേഷനിലുള്ളവരും ഒക്കെ ശ്രമിക്കുക. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഏതായാലും ഇതിലെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കട്ടെ. ഇന്ന് 2ാം ദിവസമാണ് അവർക്കെതിരെ FIR ഇട്ടിട്ട് 2ാം ദിവസമാണ്. ഇതിലേക്ക് എത്തപ്പെട്ടതുപോലും വീണ്ടും കോടതിയിൽ മെൻഷൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഗുരുവായൂർ SHOയും തീരുമാനമെടുത്തത്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് കേസ് കൊടുത്തത്. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പൊന്നോമന പുത്രിയായിരുന്നു ഈ സ്ത്രീ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെങ്കിലും വല്ല ട്രാപ്പിലും കുടുങ്ങിയാണോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരും തന്ത്രിയും ഒക്കെ ട്രാപ്പിൽ കുടുങ്ങിയതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും തന്ത്രിയുടെ അടുത്തും പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ വാർത്ത വന്നിട്ടും തന്ത്രിയുടെ ഫ്ളാറ്റിലേക്ക് അടിക്കടി ചെല്ലുമ്പോൾ സ്വീകരിച്ച് ആനയിക്കുന്ന തന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ഡയറിയൊക്കെ കൊടുത്ത് ആനയിക്കുന്ന തന്ത്രിയെ ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാതെ, ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താതെ, ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ അന്വേഷണം തന്നെയാണ് വേണ്ടത്. ഞാൻ എൻ്റെ പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് പിന്നെയും പറയുന്നത്. ഇവർക്ക് മറ്റ് സംഘടനകളുമായി ബന്ധമുണ്ട്. ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ വന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഉത്തരവാദിത്വം ഇനി വേണ്ടത് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുമ്പോട്ട് നീങ്ങുക തന്നെ വേണം. ഏതായാലും മറ്റ് ചില ഏജൻസികളൊക്കെ ഇവരെക്കുറിച്ചും ഇവരുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് പിന്നാലെ പറയാം. അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളൊക്കെ ഞങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പിന്നാലെ പറയാം. അതിനൊരു പ്രൊസീജിയറുണ്ട്, കുറച്ച് താമസമെടുക്കും. നിങ്ങൾ ഈ പറയുന്നത് പോലെ EDയും NIAയും ഒക്കെ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരാതി കൊടുത്താലോ ഉടനെ ഓടി വരുന്നു എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ തന്നെ ഒരു വർഷത്തിലേറെ പരാതി കൊടുത്തിട്ട് അങ്ങനെ നിരീക്ഷിച്ചിട്ടൊക്കെ ഒരു സുപ്രഭാതത്തിലൊന്നും ആരും എല്ലാ അന്വേഷണ ഏജൻസികളുടെ റഡാറിലുള്ള ആൾക്കാരെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാരണം വരുമ്പോഴായിരിക്കും അവർ കൈവെക്കുക എന്നേ ഉള്ളൂ. ഏതായാലും കുറച്ച് കാലതാമസം കൂടി എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് ഇവരുമായി ബന്ധപ്പെട്ടവരും ഇവരെ സഹായിക്കുന്നവരും ആരൊക്കെയാണെങ്കിലും. പണം ഉണ്ടാക്കാനായാലും ഫെയിം ഉണ്ടാക്കാനായാലും യൂട്യൂബ് ചലിപ്പിക്കാനായാലും ആരെയെങ്കിലും ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ ഒതുക്കാനായാലും അത്തരത്തിലൊക്കെ ആരെങ്കിലും ഇവരെ സഹായിച്ചാൽ അവരൊക്കെ ഈ അന്വേഷണ പരിധിയുടെ റഡാറിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാനുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ ശുഭകരമായ ഒരു വാർത്തയായിരുന്നു. കേസെങ്കിലും എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് വളരെ അതും അതിന് കാരണം കോടതിയിൽ കൃഷ്ണരാജ് വക്കീൽ നൽകിയ ആ പരാതി, ആ മെൻഷൻ വീണ്ടും കോടതിയിലേക്ക് ഈ കോർട്ടലക്ഷ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോടതിയിലേക്ക് പോയത് തന്നെയാണ്. അല്ലാതെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്വമേധയാ ചെയ്തതല്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്വമേധയാ അവർക്കെതിരെ പരാതി എടുക്കില്ല. എനിക്കറിയാം, ഞങ്ങൾ ആ സമയത്ത് സജീവമായിരുന്ന ആൾക്കാരൊക്കെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടും ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. വീണ്ടും പലവട്ടം വിളിച്ചപ്പോഴും ഗുരുവായൂർ ദേവസ്വം ബോർഡും ഈ അജയകുമാർ എന്ന് പറയുന്ന SHO അടക്കമുള്ളവർ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വരട്ടെ, വന്നാൽ അറസ്റ്റ് ചെയ്യാം, നോക്കട്ടെ, കാണട്ടെ എന്നൊക്കെ പറയുകയായിരുന്നു. അതുകൊണ്ട് ഇത് കോടതിയുടെ പരിപൂർണ അനിൽ K. നരേന്ദ്രന്റെ ബെഞ്ച്, ആ കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ആ ബെഞ്ചിന്റെ ക്രിയാത്മകമായ ഇടപെടൽ, അവരുടെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇതിൽ കേസെടുത്തത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്വമേധയാ കേസെടുത്തതല്ല. ആ വ്യക്തത കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവണം.